എല്ലുപോലും തേക്കാണ്ട് ഇന്നലത്തെ ചന്ദനമൊന്നും പോയിട്ടില്ല. രാവിലെ എന്നെ ഉറങ്ങി കിടക്കണ എന്നെ പിടിച്ച് കുത്തിപ്പോക്കി. നല്ല വ്യൂ ആണ്, കോടൽമഞ്ഞ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എണീപ്പിച്ചാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ വർത്ത്. നല്ല ചെറിയ തണുപ്പും ഗ്രീനറിയും. ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അതാണ് അവസ്ഥ. ഞങ്ങൾ ഇന്ന് ആറന്മുള പോവാണ്. ദേ അവിടെ ഞങ്ങളുടെ പോത്തല്ലേ ഉമ്മേൻ്റെ കൂടെ ബിച്ചു നിൽക്കുന്നുണ്ട്. ബിച്ചുവിൻ്റെ സ്വന്തം കല്ലു. നമ്മൾ ഇനി പോയി ഫ്രഷ് ആയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള പരിപാടികൾ നോക്കണം. നമ്മൾ ആറന്മുളയിൽ പോയി തിരിച്ചു വരുന്നത് ഞാൻ നല്ല ക്ഷീണത്തിൽ ഉറക്കമായിരുന്നു, കാറിക്കിടന്ന്. അതാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ആൻഡ് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കൊന്നും അങ്ങനെ നല്ല രീതിയിൽ കിട്ടിയില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല. സോ ഐ തിങ്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ദോശയാണ് ഇവിടെ, ദോശ. അതിന് മുമ്പ് ഞാൻ ഡ്രസ്സൊന്ന് മാറട്ടെ. ഫോണിൽ ചാർജില്ല, കുത്തിയിടട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോകും. ഷാർജ ഓക്കെ പറഞ്ഞ വേദനാപ്പിനെ കൊടുക്കണം. സ്പൂൺ വെള്ളാവോ? ഐസ് നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ കൂടെ ഇറങ്ങിയതാണ്. അവന് സമ്മതം. ഇവിടെ അടുത്ത് ഒരു കുഞ്ഞി കടയുണ്ട്. ഞങ്ങൾ സ്ഥിരം ബോറടിക്കുമ്പോൾ ഒരു 10-20 അവിടെ പോവുക, എന്തൊക്കെയുണ്ടെന്ന് നോക്കുക, അതൊക്കെ മേടിച്ചിട്ട് വരിക. ആൻഡ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഐസ്ക്രീം വാങ്ങാനാണ്. കിട്ടി. ബോട്ട് എവിടെയാടാ ഒഴുക്കണ്ടേ? ബോട്ട് കാണിച്ച വലിയ ബോട്ട് തന്നെ മിച്ചുണ്ടാക്കിയ ബോട്ട്. ഇതെവിടെ ഒഴുക്കാൻ പോകുന്നത്? നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് വെയിലാറുക, നമുക്ക് അപ്പോഴേ ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മുടെ ഏരിയ ആണ്. അവിടെ വരെ ഇപ്പഴത്തേക്ക് നമ്മൾ ഇത് ബാക്ക് സൈഡ് ആയിട്ട് വരും വീടിൻ്റെയൊക്കെ. ഇതൊന്നും നമ്മുടെ ഏരിയ അല്ല, ഇവിടെ ഒന്നും ഞാൻ പോയിട്ടുമില്ല. ഓ, ഇതാണ് ഇവിടുത്തെ കലങ്ക്. എറിയേ വീണ് സൈഡായിരുന്നു ലാൻഡ്. നിന്റെ ബോട്ട് അവിടെ തന്നെ നിൽക്കണേണ്. എന്റെ ബോട്ട് ചരിഞ്ഞെങ്കിലും ഉള്ളുണ്ട്. വാനില ഇല്ലടാ, ഇത്രേ ഉള്ളൂ. വാനില സ്ട്രോബെറി. എന്താ വേണ്ടേ? എന്താ വേണമെന്ന് ചോദിച്ചാ പിന്നെയും നമ്മുടെ കോസ്റ്റ്യൂമിലേക്ക് ഒരുങ്ങിച്ചിട്ടുണ്ട് അമ്മീനെയും കൊണ്ട്. കാരണം ഞാൻ ഫോട്ടോ എടുക്കാൻ ഇവിടെ വന്നിട്ട് ഒന്നും എടുത്തില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് പറ്റുകയെന്നറിയില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന കോസ്റ്റ്യൂമിൽ ഇതാണ് ഞാൻ എടുക്കണം. പിന്നെ ഒരെണ്ണം ബ്ലൂ ആണ് കൊണ്ടുവന്നത്, ബ്ലൂ ചുരിദാറിലെ. അത് പക്ഷെ നമ്മൾ ഓൾറെഡി കുറച്ച് ഫോട്ടോസും വീഡിയോസും അവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് എടുക്കാൻ വിചാരിച്ചു. നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ, അതായത് അച്ചാച്ചൻ്റെ നാടാണിത്. ഓക്കെ, അച്ചാച്ചൻ്റെ വീട് സ്ഥലം ഒക്കെയാണത്. എനിക്ക് നാടെന്ന് പറയാനില്ല, കാരണം അമ്മയും അവരെല്ലാവരും എറണാകുളമാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇവിടെ കണ്ട് ബിച്ചുല്ലേ, ബിച്ചു അച്ചാച്ചൻ്റെ ഏറ്റവും ഇളയ അനിയൻ്റെ മോനാണ് ബിച്ചു. പ്രബിൻ എന്നാണ് പേര്, ബിച്ചു എന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അതാണ് ഇവിടെ അച്ചാച്ചൻ്റെ അനിയനും വൈഫ് മഞ്ജാൻറ്റി ആൻഡ് ഇവനുമാണ് ഉള്ളത്. ഞങ്ങൾ ലാസ്റ്റ് നാട്ടിൽ വന്നത് 2023 ഞാൻ 9th പഠിക്കുമ്പോൾ. അന്ന് കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ആകെ 2 ദിവസമല്ല, ഇന്നലെ വന്നു, ഫ്രൈഡേ വന്നു, സാറ്റർഡേ, നാളെ സൺഡേ മോർണിംഗ് നമ്മൾ പോകും. അതാണ് പ്ലാൻ.
ബിച്ചു ഞാൻ പോയി കഴിഞ്ഞാൽ ബിച്ചു ഒറ്റയ്ക്കാവോ? ബിച്ചു വിഷമം ഉണ്ടാടാ ഞാൻ പോണേൽ? ഓ ഫേക്ക് 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 ലവ്. ഈ വള നമ്മൾ ഈ വൈറ്റ് വള നമ്മൾ പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ മേടിച്ചാണ്. എടപ്പള്ളി പള്ളിയിൽ പെരുന്നാളിന്. അതിൻ്റെ കൂടെ ഗോൾഡനാണ് കിട്ടിയത്. ഞാൻ ഈ കറുപ്പായിട്ട് പെയർ ചെയ്തു. ഈ ഡ്രസ്സിന് നല്ല രീതിയിൽ അത് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? സ്പെഷ്യൽ എന്താണ് മെയ് 9-ാം തീയതിയിലത്തെ? മെയ് 9-ാം തീയതി വലിയ സ്പെഷ്യൽ ഒന്നുമില്ല. എടാ പോടാ, അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആണ്. നീ ഫേക്കാ, ഞാൻ പറഞ്ഞില്ലേ നീ ഫേക്കാണ്. അതെ ഞാൻ സമ്മതിച്ചു. അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡിങ് ആനിവേഴ്സറി നമ്മൾ ആറന്മുളയിൽ പോയി പ്രാർത്ഥിച്ചു. ആൻഡ് പിന്നെ വെറുതെ ഇരുന്നു. കടയിൽ പോയി 3-4 റൗണ്ട് കടയിൽ പോയി. അപ്പം ഞാൻ ഫോട്ടോ എടുത്തു. 2 റൗണ്ട് പോയല്ലോ, അത് മതി. പിന്നെന്താടാ, ഇനി നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം കുറച്ച് കഴിയുമ്പോൾ. അതിന് കാത്തിരിക്കുകയാണ് അച്ഛൻ. അപ്പം മിക്കവാറും ഈ കോസ്റ്റ്യൂം ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ മാറും. ആരുടെ ഗാർഡനാ? യെസ്, ദിസ് ഇസ് മഞ്ജു ആൻറ്റീസ് ഓൺ ഗാർഡൻ. കണ്ടു ചെടികളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളതാണെങ്കിൽ സീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അതേതാടാ? ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച എന്നാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് എണീക്കാൻ തോന്നില്ല. ബിച്ചു ഉണ്ട്, സമ്മതിച്ചല്ലോ, നന്ദി. ഗുഡ് ബൈ. ബിച്ചു വന്നണ്ട ബിച്ചു. ട്രെയിനിലെ വിഷൻസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് അത് ഹൈദരാബാദ് പോകുന്ന ട്രെയിനായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ക്രൗഡഡ്. ഹേ ഗൈസ്, നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് പോയ അതേ എക്സൈറ്റ്മെൻറ്റ് തിരിച്ചു വന്നപ്പോഴും ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞൊരു 2 ദിവസത്തേക്കും 3 ദിവസത്തേക്കും എന്തോണ് പോയത്. പക്ഷേ ശരിക്കും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഫീൽ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹൈദരാബാദ് പോയപ്പോഴും അതിന് മുമ്പ് നമ്മളൊരു തവണ ഊട്ടി പോയിട്ടായിരുന്നു. അപ്പോഴൊക്കെ വന്ന അതേ ഫീല്. വീട് തുറന്ന് ഇങ്ങനെ കയറുക, കുറേ ദിവസം അടച്ചിട്ട് എൻ്റെ മണമൊക്കെ ഇട്ട് സെറ്റാണ് ഗൈസ്. ഇനി ഞാൻ പോയി ഫ്രഷാണ്. നമ്മൾ ഹൈദരാബാദ് പോകുന്ന ട്രെയിനിലാണ് കേട്ടോ കയറിയത്. ആൻഡ് ആദ്യം സീറ്റ് കിട്ടിയില്ല, പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. സോ എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ 2 ദിവസം കവർ ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എന്താ പറയുക, ഈ വെക്കേഷനിലെ ടൂറും എല്ലാം ഇതോടെ കഴിഞ്ഞത്. ട്രിപ്പൊന്നും അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഇതാണ് ഈ വർഷത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.